ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ. സോ ഐ തോട്ട് ഒരു വീഡിയോ എടുക്കാം, ഒരു സൺഡേ വ്ളോഗ് ആയിക്കോട്ടെ. നാളെ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഫൈനൽ ഒബ്സർവേഷന് മിസ്സ് വരും. സോ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. പിന്നെ സൺഡേ ആകുമ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ക്വാർട്ടർ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ നിങ്ങൾ കണ്ടത്. പിന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആസ് യു ക്യാൻ സീ, ഞാനൊരു ഐലൈനർ ഇന്നലെ രാത്രി ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇന്നലെ അത് ഡെലിവേർഡ് ആയി. നൈക്കയിൽ ഓഫർ ഉണ്ടായിരുന്നല്ലോ, സോ ഞാൻ വാങ്ങി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ്. നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാം കേട്ടോ. ആൻഡ് 2 ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്കും മാഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക് ആൻഡ് എന്തോ ഒരു കുച്ചിപ്പൊടി മറന്നുപോയി. എന്തായാലും അത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. നല്ല കളേഴ്സാണ്. ഒന്നൊരു ഓറഞ്ചിഷ് ഷെയ്ഡും ഒന്നൊരു റെഡ്, ഒരു പിങ്ക് റെഡ്, അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബ്രഷ് ചെയ്യാം. ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയും കാര്യപ്പെട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്. ഇതിട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പം ഞാൻ പോകുന്നത് വേറെ അങ്ങോട്ടല്ല, ചിക്കൻ വാങ്ങാനുണ്ട്. സാധാരണ അച്ഛനാണ് വാങ്ങാറ്. ഇപ്പം അച്ഛന് കടയിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. സോ അച്ഛൻ പോയി, അതുകൊണ്ട് ഞാനാണ് ഇന്ന് ചിക്കൻ വാങ്ങാൻ പോകണേ കേട്ടോ. സോ നമുക്ക് വാങ്ങാം. പിന്നെ വണ്ടിയിൽ പെട്രോൾ കുറവാണ്, സോ പെട്രോൾ അടിക്കണം. ലെറ്റ്സ് ഗോ. ചിക്കൻ വാങ്ങിട്ടോ, അമ്മയ്ക്ക് കൊടുക്കുകയാണ്. പിടിച്ചോ. നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെത്തിയല്ലോ, പുറത്ത് പോയല്ലോ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പം ബോഡി വാഷ് ചെയ്യാറില്ല ഈ ഒരു ടൈമിൽ. പക്ഷേ ഇപ്പോൾ പുറത്ത് പോയി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഒന്ന് കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളാവാന്ന്. സോ ലെറ്റ്സ് ഗോ ആൻഡ് കുളി. ഞാനിപ്പം ഫ്രഷായി. ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഹെയർ ഞാൻ ഒരു 2-3 ഡേയ്സ് കൂടുമ്പോഴേക്കാണ് വാഷ് ചെയ്യാറുള്ളൂ. സോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. സോ ലെറ്റ്സ് ഈറ്റ്. ഇടിയപ്പം ആൻഡ് നൂൽപുട്ട് ആൻഡ് സോയ. ഇടിയപ്പം എന്ന് കുറേ, ഞാൻ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടിയപ്പം എന്ന് പറഞ്ഞിട്ട് എനിക്കും ആ ഒരു ഇടിയപ്പം എന്ന് പറയാനുള്ള ടെൻഡൻസി വരും. ഗൈസ്, നിങ്ങൾക്ക് ഈ ഉണ്ടയെക്കുറിച്ച് അറിയാമോ? ഇത് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ അമ്മ എക്സ്ട്രാ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് എഴുതാനിരിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആക്കാണ്ട്, ഞാൻ പറഞ്ഞില്ലേ മിസ്സ് നാളെ ഒബ്സർവേഷന് വരും. സോ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. BEd ലൈഫിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അപ്പോൾ റെക്കോർഡ് മീൻസ് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ലെസൺ പ്ലാൻസ് എഴുതുന്ന റെക്കോർഡാണ്. ഞാൻ പറയുമ്പോൾ കുറച്ച് തടസ്സം ഉണ്ടാവും, ബിക്കോസ് ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അയ്യോ, അത് വല്ലാത്തൊരു കഥയാണ്. 2015 ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടേട്ടോ. എന്നിട്ട് 2016 ഒരു 9 മാസമൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. +1 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ അഴിച്ചു. ആൻഡ് നല്ല രസമായിരുന്നു.
കാണാൻ അന്ന്. പിന്നെ ഞാൻ ഈ സിംഗിൾ ക്ലിപ്പ് ഇടാൻ തുടങ്ങി. അത് ഞാൻ ഡെയിലി ഇടണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഡെയിലി നൈറ്റ് മാത്രമേ ഇടുകയുള്ളായിരുന്നു, പക്ഷെ രാവിലെയൊക്കെ ഇടണമായിരുന്നു. അത് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പല്ലിൻ്റെ ഇടയിൽ നല്ല പോലെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ ക്ലിപ്പ് ഒരു പൊടിയൊക്കെ തട്ടി എടുത്ത് ഇട്ട് നോക്കുമ്പം അത് പാകമാവണില്ല, ഫിറ്റല്ല. ഇതിനി ശരിയാക്കാൻ കൊടുക്കണം, കുറച്ചൊന്ന് ലൂസാക്കണം. കാരണം എൻ്റെ പല്ല് പൊന്തിയിട്ടും ഉണ്ട്, ഗ്യാപ്പും വന്നിട്ടുണ്ട്. പല്ലിൽ ക്ലിപ്പിട്ടവർക്കല്ലേ അതിൻ്റെ വേദനയൊക്കെ മനസ്സിലാവും. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ചിക്കനിൽ എല്ലാ പൊടികളും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. സോ ഞാൻ എന്തായാലും ഫ്രഷായി ഇനി പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ, ഫാമിലിയുടെ കൂടെ ചെറിയൊരു ഔട്ടിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ എഴുതാനുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, എല്ലാവരും കൂടെ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞ് ചാടിക്കേറി. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറയുന്നത് നമുക്കുള്ള പതിവായൊരു ശീലമാണല്ലോ. സോ ഞങ്ങൾ ജ്യൂസി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടോ. ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് ഔട്ട്ലെറ്റ് വരുന്നത്. ഞാനൊരു ചോക്കോ പൈ ഷേക്കും, അമ്മ ABC ജ്യൂസാണ് കേട്ടോ, പിന്നെ അനിയൻ ഒരു ഓറഞ്ച് ജ്യൂസും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷേക്ക്. പക്ഷേ ക്വാണ്ടിറ്റി കുറവായിട്ട് എനിക്ക് തോന്നി. എനിവേ കഴിക്കണമല്ലോ. അത് കഴിഞ്ഞ് അച്ഛന് കുറച്ച് ഔട്ട്ഫിറ്റ്സ് നോക്കാൻ പോയിട്ടോ. സോ ഞാൻ കട്ട പോസ്റ്റായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് എനിക്കും ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് സൂഡിയോയിൽ കയറി. ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ കുറേ നേരം നിന്ന് നോക്കണമെന്നൊന്നും ഇഷ്ടമല്ല. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് വൺ, അയ്യോ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. എനിക്കിതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. എനിവേ അത് കഴിഞ്ഞ് അച്ഛന് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ കുളപ്പുള്ളിയുള്ള ചായ് എന്ന് പറയുന്ന ഈ ഒരു ടീ ഷോപ്പിൽ വന്നിട്ടോ. ഇതിപ്പം റീസെൻ്റായിട്ട് തുറന്നിട്ടേ ഉള്ളൂ. എന്തായാലും ചായ കുടിച്ച് വീട്ടിലെത്തി. ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിച്ചു കേട്ടോ. ആൻഡ് ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ എഴുതാനിരിക്കണമല്ലോ, നമുക്ക് കുറേ കംപ്ലീറ്റ് ചെയ്യാനില്ലേ. ഞാൻ ഈ എഴുതുന്ന സമയത്ത് പാട്ടൊക്കെ പാടിയിട്ടോ എഴുതുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എഴുതല്ല, നിങ്ങൾക്കും കുറച്ച് പാട്ടൊക്കെ പാടിത്തരാമെന്ന്. കുറച്ചല്ല, ഒരു പാട്ട് പാടിത്തരാമെന്ന്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം. സോ സോറി ഫോർ ദാറ്റ്. മരം മുറിക്കാമെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ഞാൻ അത്ര വലിയ സിംഗറൊന്നുമല്ല, പക്ഷെ ഞാനിങ്ങനെ പാടും, മൂളിപ്പാട്ടൊക്കെ പാടും. ഒരു പാട്ട് പാടാം. അപ്പോൾ എന്തായാലും ഒരു മഴ അറ്റ്മോസ്ഫിയറാണ്, അപ്പോൾ തന്നെ ആവട്ടെ. നീ അറിഞ്ഞോ നീ എൻ്റേതാണെന്ന് നീ അറിഞ്ഞോ, മഴക്കാലം എനിക്കായി മയിൽ ചീലുള്ള പെണ്ണേ, നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞേ, പറയാനും വയ്യ പിരിയാനും വയ്യ, പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല, മഴയേ തൂമഴയേ. ഗൈസ്, ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പം മുട്ട ചട്നി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. അതിൻ്റെ ഉള്ളിൽ പുതിന ചട്നിയാണ് ഫില്ല് ചെയ്തേക്കണം എന്നാണ് പറഞ്ഞത്. സംഭവം കൊള്ളാം, പക്ഷെ മുട്ടയുടെ മഞ്ഞല്ല.
എനിക്കതാ ഇഷ്ടം. കൊള്ളാം. ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട് ഇപ്പം കഴിച്ചു. ബാക്കി എഴുതാം. പഠിക്കാനോ എഴുതാനോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തരുവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിരുന്നു. ഇന്ന് അതാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത്. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഗൈസ്, ഐ എം സ്റ്റിൽ റൈറ്റിംഗ്. എൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. എഴുതാനുണ്ട്. കണ്ടിന്യൂയിങ്. എൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം 12:45. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ശീലമായി. ഇനി ഉറങ്ങണം. നാളെ രാവിലെ നേരത്തെ എണീക്കണം. പ്രിപ്പയർ ചെയ്യാനുണ്ട്. കുറച്ചും കൂടെ എഴുതാനുണ്ട് കേട്ടോ. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഹെഡിങ്സ് ഒക്കെ എഴുതാനുണ്ട്. സോ ഇപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. സോ സ്ലീപ്പി. ഓക്കെ. സോ നല്ല മഴ പെയ്യുന്നുണ്ട്. കറണ്ട് ഇടയ്ക്ക് പോവാ വരിക, അതാണ് അവസ്ഥ. എന്തായാലും ഇത്രയൊക്കെ എൻ്റെ ഒരു സൺഡേയിൽ ഉണ്ടാവാറുള്ളൂ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും